everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me Lerin Days, your physics master teacher. അപ്പം ഓൾറെഡി ഫ്ലൂയിഡ്സിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ട് എല്ലാം മനസ്സിലാക്കി എല്ലാം സെറ്റ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ കണ്ടിട്ടില്ലാത്തവർക്ക് കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് കിടപ്പുണ്ട്. സോ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 hour 15 minutes അറൗണ്ട് ഉള്ളൊരു വീഡിയോ ആണ്. സോ അത് കാണാം. കാരണം നമ്മൾ അതിൽ ഫുള്ള് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ ഒരു ലെക്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലൂയിഡിന്റെ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതായത് നമ്മൾ ഇത്രയും നേരം പറയുന്നത് നിശ്ചലമായിട്ടുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒഴുകുന്ന അല്ലെങ്കിൽ ഒഴുകാൻ കഴിവുള്ള ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒഴുകാൻ കഴിവുള്ളല്ലോ, ഒഴുകുന്ന ഫ്ലൂയിഡ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവിടെ വരുന്ന ലോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. സോ അതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഒരു ഇൻട്രോ ആയിട്ട് പറയാനുള്ളത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെ. ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞു നിശ്ചലമായിട്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ എന്തെങ്കിലും ഡിപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിശ്ചലമായിട്ട് ഇരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ്, ഇതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മാറി, ഇനി നമ്മൾ എങ്ങോട്ടാ വന്നത്? ഇനി നമ്മൾ ഒഴുകുന്നതിലോട്ട് വന്നു. ഓക്കെ, ഒഴുകുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ? സോ നിങ്ങൾക്കറിയാം ഈ ഒരു ചാപ്റ്റർ, അതായത് നമ്മുടെ പ്രോപ്പർട്ടീസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 8 മാർക്സ് ആണ്. ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ആരൊക്കെയോ ചോദിച്ചിരുന്നു. സോ 8 മാർക്സ് ആണ്. അതായത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മാർക്ക് ഉറപ്പാണ്. ആ 8 മാർക്കിനുള്ള കണ്ടന്റ് അത്രയും തന്നെ വീതിയിലും നീളത്തിലും നമ്മുടെ ചാനലിൽ നമ്മുടെ NCERT കിടപ്പുണ്ട്. കാരണം അത്രത്തോളം നമുക്ക് പറഞ്ഞാൽ ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ ആ 3 പാർട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ദെൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ദെൻ പ്രോപ്പർട്ടീസ്, അങ്ങനെ 3 സ്പ്ലിറ്റിംഗ് ആണ് ഈ ഒരു ചാപ്റ്ററിന് വരുന്നത്. സോ അതിൽ സ്റ്റാറ്റിക്സ് നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുത്തു. NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് എല്ലാം ലൈൻ ബൈ ലൈൻ തന്നെ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ അപ്പം തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നീറ്റിനായിക്കോട്ടെ, JEE-ക്കായിക്കോട്ടെ, കീമിനായിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഈ ഒരു സെഷൻസ് അല്ലെങ്കിൽ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ യെസ്, അപ്പോൾ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോയിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സിലോട്ട് നമ്മൾ കടക്കുവാണ്. സോ ഫാർ നമ്മൾ പറഞ്ഞു നിർത്തിയ എല്ലാ ഭാഗങ്ങളോടും നമ്മളൊരു ചെറിയൊരു സഡൻ ബ്രേക്ക് ഇട്ടിച്ചിട്ട് നമ്മൾ നേരെ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ട് വന്നു, സ്ട്രീം ലൈൻ ഫ്ലോ. Okay, so yes, so far we have discussed or studied about fluids at rest ആണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഇനി ഒഴുകുന്ന ഫ്ലൂയിഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ ഈസ് നോൺ ആസ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്ക്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ. ഇപ്പം എന്താ ഒരു സർഫസിനുള്ളിൽ, ഓക്കെ, ഒരു സർഫസ് ആണ്. ഈ സർഫസിൽ നമ്മൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എ കൺസിഡർ ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് ബി ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ അല്ലേ? എയും ബിയും ഞാൻ കൺസിഡർ ചെയ്തു. സോ നമുക്ക് 2 ടൈപ്പ് ഫ്ലോ, അതായത് ഇപ്പം എന്താ ഇങ്ങനെ ഈ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 2 ടൈപ്പ് ഫ്ലോയാണ് പറയാ. ഒന്ന് സ്റ്റഡി ഫ്ലോ, ഓക്കെ, ഒന്ന് സ്റ്റഡി ഫ്ലോ, മറ്റത് ടർബുലന്റ് ഫ്ലോ. ഓക്കെ, ഇങ്ങനെ 2 ഫ്ലോ അല്ലെങ്കിൽ ഇത് ഒഴുകുന്നതിനുള്ള 2 രീതികളാണ്. ഒന്ന് സ്റ്റഡി ഫ്ലോയും ടർബുലന്റ് ഫ്ലോ. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്ട്രീം ലൈൻ ഫ്ലോ എന്നും പറയാം. ഓക്കെ, സ്ട്രീം ലൈൻ ഫ്ലോ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഓൾസോ നമ്മൾ പറയും ലാമിനാർ ഫ്ലോ എന്ന് നമ്മൾ പറയും. ഓക്കെ അല്ലേ? സ്ട്രീം ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്ന എന്താ പറയാ സ്റ്റഡി ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേടാ? സോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പറയാം, ദിസ് ഇസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ്, ഓക്കെ, സോ യെസ് ഹിയർ, ഓക്കെ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്ക് പറയാം. സോ ഇവിടെ നമുക്ക് നേരെ നമുക്ക് എന്താ പറയുക പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് പ്രൂഫും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലോട്ടും പറയാം. സോ ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുമ്പം നമ്മൾ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് സ്ട്രീം ഫ്ലോ ഓൾറെഡി നമുക്ക് പരിചിതമാണ്. ഈ സ്ട്രീം ഫ്ലോ ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രത്യേകത? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻകംപ്രസിബിൾ ആണ്. ഓക്കെ അല്ലേ? ഇൻകംപ്രസിബിൾ ആണ്.
ഓക്കെ, അതായത് ഇൻകംപ്രസബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം. നമുക്കറിയാലോ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കംപ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻകംപ്രസബിൾ ആയിരിക്കണം, അത് നോൺ വിസ്കസ് ആയിരിക്കണം. ഓക്കെ, ഇത് നോൺ വിസ്കസ് ആയിരിക്കണം ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി ഫ്രിക്ഷൻ. ഓക്കെ, ഈ വിസ്കസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ലേറ്റർ നമ്മൾ ഇത് കഴിയുമ്പോൾ കാര്യമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഫാർ മനസ്സിലാക്കുക, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻകംപ്രസബിൾ ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം ആൻഡ് നോ ഫ്രിക്ഷൻ. ക്ലിയർ അല്ലേടാ? നോ ഫ്രിക്ഷൻ. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ഈ ഐഡിയൽ ഫ്ലൂയിഡിന്റെ സ്ട്രീം ഫ്ലോ, അതായത് സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ? സം ഓഫ് കൈനറ്റിക് എനർജി ഓഫ് കോഴ്സ്, ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് കോഴ്സ് ഉണ്ടാവും, അല്ലേ? ദെൻ ഓൾസോ പ്രഷർ എനർജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കും. ഓക്കെ, പ്രഷർ എനർജി. ഓക്കെ അല്ലേ? ടോട്ടൽ എനർജി, ഒരു ഐഡിയൽ ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ഓക്കെ, ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ പോകുന്ന ഒരു ഐഡിയൽ ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി. ആൻഡ് ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി വി നോ ദാറ്റ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ക്ലിയർ അല്ലേ? ത്രൂ ഔട്ട് ദി ഫ്ലോ. ഓക്കെ അല്ലേ? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. ക്ലിയർ അല്ലേടാ? ബെർണോളിസ് തിയറം എന്താണെന്ന് മനസ്സിലായല്ലോ? ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ആൻഡ് ഒരു സ്ട്രീം ലൈൻ ഫ്ലോ, ഒരു ഐഡിയൽ ഫ്ലൂവിന്റെ സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പ്രഷർ എനർജി. ആൻഡ് ദാറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ ത്രൂ ഔട്ട് ദി ഫ്ലോ. ക്ലിയർ അല്ലേടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ പ്രൂഫാണ്. സോ നിങ്ങൾ ഈ ഒരു പ്രൂഫ് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ഭാഗത്തിൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി പ്രൂഫിലോട്ട് നമുക്ക് പോവാം. സോ ഇതാണ് നമുക്ക് നമ്മുടെ ഇൻലെറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ട്, അതായത് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ഫ്ലൂയിഡിന് നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ അല്ലേ? ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? A1 എന്ന് എടുക്കാം. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A2 ആയിട്ടും എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു AV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ പറഞ്ഞു അല്ലെ? ഏരിയ ഇൻറ്റു വെലോസിറ്റി വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ ഇൻറ്റു 1/v, ദാറ്റ് ഈസ് ഏരിയ ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് റിലേഷൻ ആണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ ഏരിയ ഇവിടെ കൂടുതലാണ്, ഇവിടെ ഏരിയ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി V1 ആണെന്ന് വിചാരിക്കുക, ആ V1ന്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി V2 ആണെന്ന് വിചാരിക്കുക, അതെന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം ഏരിയയും വെലോസിറ്റിയും എന്താണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. ക്ലിയർ അല്ലേടാ? യെസ്. ഇത്രയും കാര്യം മനസ്സിലായി. ഏരിയ മനസ്സിലായി, അതുപോലെ തന്നെ വെലോസിറ്റി മനസ്സിലായി, അത് തമ്മിലുള്ള റിലേഷൻ മനസ്സിലായി. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ നിന്നും ഇതാണ് നമ്മുടെ ഇൻലെറ്റ് വരുന്നത്, ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു ഡെൽറ്റ എം അല്ലെങ്കിൽ എം മാസ് ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, ഡിസ്പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, എക്സ്ട്രാ ഒരു എം മാസ് അല്ലെങ്കിൽ എം മാസ് ഉള്ള ഒരു ഫ്ലൂയിഡിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്താവും? ഡെഫിനറ്റ്ലി ഇതിലൂടെ പുറത്ത് വരും അല്ലേ? ഇവിടെ ഇരിക്കാൻ ഇതിന് സ്പേസ് വേണം അല്ലേ? ഇത്രയും ഫ്ലൂയിഡ് വരുമ്പം ആ ഫ്ലൂയിഡിന് ഇരിക്കാനുള്ള ഒരു സ്ഥലം വേണം. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? പുറത്ത് കൂടെ ഇത്രയും എമൗണ്ട് ഓഫ് എത്രയാണോ ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് അല്ലെങ്കിൽ എത്രത്തോളം വോളിയം ആണ് ഇവിടെ കൂടുതൽ വന്നത്, അതെന്ത് ചെയ്യും? പുറത്ത് കൂടെ പോവുകയും ചെയ്യും. ക്ലിയർ അല്ലേടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയട്ടെ, എം ആണെന്നുണ്ടെങ്കിൽ എം പോകുന്നു. സോ ഡെൽറ്റ വി എന്ന് പറയുന്ന വോളിയം ആണ് ഇവിടെ ഈ ഒരു എം ഫ്ലൂയിഡിന്, എം മാസ് ഉള്ള ഫ്ലൂയിഡിന് എൻ്റർ ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. സോ ഡെഫിനറ്റ്ലി ഡെൽറ്റ വോളിയം തന്നെ എന്ത് ചെയ്യും? തിരിച്ച് ഔട്ട്ലെറ്റിലൂടെ പുറത്ത് പോവുകയും ചെയ്യും. സോ നമുക്കറിയാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് H1, ഓക്കെ, ആൻഡ് ദിസ് ഇസ് H2. സോ ഹൈറ്റ് കൂടിയ സ്ഥലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫ്ലോ നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. സോ ഇവിടെ ചെയ്യുന്ന വർക്ക് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടുത്തെ ചെയ്യുന്ന വർക്ക് എന്താണ്? P1 ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ അല്ലെ? P1 ഇൻറ്റു ഡെൽറ്റ വി, അതായത് ചേഞ്ച് ഇൻ വോളിയം ഇൻറ്റു പ്രഷർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അതെങ്ങനെയാ വന്നെന്ന് മനസ്സിലായല്ലോ? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? PA എന്ന് എഴുതാം അല്ലേ? P is equal to F/A നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ PA ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വോളിയം ആണ്. സോ ഇവിടെ ഫസ്റ്റ് വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡെൽറ്റ വി വോളിയം ഉള്ള അല്ലെങ്കിൽ അത്രയും സംഭവം എന്ത് ചെയ്യുവാണ്? ഡിസ്പ്ലേസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? P1 ഡെൽറ്റ വി. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു വർക്ക് കൊടുക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്ത് ചെയ്യൂടാ? ഇൻക്രീസ് ചെയ്യും അല്ലേ? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഇവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഹാഫ് എം V1 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? കൈനറ്റിക് എനർജി കൂടും നമുക്ക് മനസ്സിലായി. അതിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും.
ക്ലിയർ അല്ലേടാ? ഇനി നോക്കിക്കേടാ പൊട്ടൻഷ്യൽ എനർജി സോ ഫാർ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? യെസ്, mgh1 ആണ് ഇപ്പോഴത്തെ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ H2 ഹൈറ്റിലോട്ട് പോകുമ്പോഴത്തേനും പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്തായി പോകും? PE2 വിൽ ബി ഈക്വൽ ടു mgh2. ഇനി നോക്കിക്കേടാ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? ഹാഫ് mv2² ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇതുവരെ ക്ലിയർ ആയില്ലേ? അതായത് നമുക്കൊരു ഇൻലെറ്റ് ഉണ്ട്, അതിലൂടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് നമ്മൾ കൊടുക്കുവാണ്. അതാണ് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഫോഴ്സ്. ഓക്കെ അല്ലേ? സോ അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് ഉള്ളിലോട്ട് വരുമ്പം എക്സ്ട്രാ ഉള്ളത് അല്ലെങ്കിൽ എത്ര കയറിയോ അത്രയും തന്നെ പുറത്തേക്കും വരണം അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എന്താണോ പോയത്, ഇവിടെ ഡെൽറ്റ വി വോളിയം ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും ഡെൽറ്റ വി വോളിയം തന്നെ ചേഞ്ച് വരും. ക്ലിയർ അല്ലേടാ? സോ യെസ്, നമുക്ക് കിട്ടി. അവിടെ വന്ന വർക്ക് ഡൺ നമുക്ക് മനസ്സിലായി, കൈനറ്റിക് എനർജി മനസ്സിലായി, പൊട്ടൻഷ്യൽ എനർജി മനസ്സിലായി. ഇനി വർക്ക് ഡൺ. ഓക്കെ, രണ്ടാമത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? യെസ്, അതാണ് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും W1/W2 അല്ലെ? ഇവിടെ കൊടുത്ത വർക്ക് ഡൺ W1 ആണ്, ഇവിടെ വരുന്നത് W2 ആണ്. ഇത് തമ്മിലുള്ള ചേഞ്ച് ആയിരിക്കില്ല, കാരണം ആ വർക്ക് അല്ലേ അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ആയിട്ടുള്ളത്. സോ W1 - W2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ച്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെൽറ്റ KE പ്ലസ് ഡെൽറ്റ PE പ്ലസ് എന്താടാ? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് പറയാം നമ്മുടെ ചേഞ്ച് ഇൻ വർക്ക് ഡൺ അല്ലെ? W1 - W2 which is equal to ചേഞ്ച് ഇൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജിയുടെ എന്താ പറയുക ചേഞ്ച് പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച്. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നോക്കിക്കേ, നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി P2 × ഡെൽറ്റ വി അല്ലെ? സോ ഞാൻ എഴുതാൻ പോവാണ് W1 - W2 ഞാൻ എഴുതി P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് എം ഇതിൽ കോമൺ അല്ലെ? സോ ഹാഫ് എം ഇൻറ്റു V2² മൈനസ് V1². ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ വരുന്നത്? പൊട്ടൻഷ്യൽ എനർജിയാ. പൊട്ടൻഷ്യൽ എനർജിയിൽ mg സെയിം ആണ്. സോ ഞാൻ mg കോമൺ എടുത്തു, എനിക്ക് കിട്ടി H2 - H1. ക്ലിയർ അല്ലേ? യെസ്, അപ്പൊ ഞാൻ H2 - H1 അല്ലെ? H2 - H1 അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിനെ, ഓക്കെ, ഇതല്ലേ H2 - H1 എന്ന് പറയുന്നത്, ഇതിന് ഞാൻ H എന്ന് വിളിക്കുവാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാവുക? ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. അതായത് P1 ഡെൽറ്റ വി, അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P1 - P2 ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, P1 - P2 ഇൻറ്റു ഡെൽറ്റ വി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം V2² മൈനസ് V1² പ്ലസ് m ഇൻറ്റു G ഇൻറ്റു H. ഓക്കെ, H2 - H1 നമ്മൾ എന്ത് ചെയ്തു? H എന്ന് നമ്മൾ കൊടുത്തു. ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ വരെ മനസ്സിലായില്ലടാ? യെസ്, ഇവിടെ വരെ ഈസിയാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക, കാര്യമായിട്ടുള്ള ഒന്നും മനസ്സിലാക്കേണ്ടതായിട്ടില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുക? ഹോൾ ഇക്വേഷൻ ഞാൻ ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഹോൾ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുക? ഡെൽറ്റ വി കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്. സോ നമ്മൾ ഫസ്റ്റ് ഈ പാർട്ടിൽ എന്തായിരിക്കും? P1 - P2 മാത്രമായിട്ട് വരും അല്ലെ? P1 - P2 മാത്രമായിട്ട് വരും. ഇനി നോക്കിക്കേടാ, ഹാഫ് ഇൻറ്റു എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്നല്ലേ വരിക? അപ്പൊ മാസ് ബൈ വോളിയം എന്താ? ഡെൻസിറ്റി അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ചെറിയ മാറ്റം വരുത്തി എഴുതുവാണ്. ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു, ഓക്കെ, റോ ഇൻറ്റു V2² മൈനസ് V1². ഓക്കെ, പ്ലസ് അഗെയിൻ എം ബൈ ഡെൽറ്റ വി വരും അല്ലെ? സോ എം ബൈ ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ എന്താണ്? ഡെൻസിറ്റി ആണ്, GH. ക്ലിയർ അല്ലേ? സോ ഇത്രയും വരെ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി നോക്കിക്കേടാ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോടാ, ഏരിയ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ വെലോസിറ്റി വളരെ ചെറുതായിരിക്കും നമ്മൾ പറഞ്ഞു. സോ ഡെഫിനറ്റ്ലി ഞാൻ എഴുതാൻ പോവാണ് A1 is much greater than A2. സോ ഡെഫിനറ്റ്ലി V1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ഓൾമോസ്റ്റ് 0 ആയിട്ട് എടുക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് 0 ആയിട്ട് നമ്മൾ എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഒരു മാറ്റം കൂടെ വരും. P1 - P2 which is equal to half into rho. V2 എന്ന് പറയുന്നത് നമുക്ക് V ആയിട്ട് തന്നെ എടുക്കാം, കാരണം ഫൈനൽ വെലോസിറ്റി ആണ് അല്ലെ? V2 എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്ലെറ്റിലൂടെ വന്ന വെലോസിറ്റി ആണ്. സോ നമുക്ക് എഴുതി V2 - V1. V1 0 ആണ്. സോ V2 നമ്മൾ എന്ത് ചെയ്തു? V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് റോ GH എന്ന് വന്നു. ക്ലിയർ അല്ലേ? റോ GH എന്ന് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഇക്വേഷന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ H1 H2 അതൊക്കെ നമ്മൾ എക്സസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? P പ്ലസ്, ഓക്കെ, P1 - P2 നമ്മൾ എന്ത് ചെയ്യുവാണ്? P എന്ന് എടുക്കുവാണ്. സോ P പ്ലസ് ഹാഫ് റോ V² പ്ലസ് റോ GH വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? കാരണം എന്തുവാ, ഇവിടെ കൊടുക്കുന്ന ഈ എന്താ പറയുക, ഈ വാല്യൂ ഉണ്ടല്ലോ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൺസേർവ്ഡ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും P പ്ലസ് ഹാഫ് റോ റോ V² പ്ലസ് റോ GH വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് കിട്ടും.
ക്ലിയർ അല്ലേ? യെസ്. സോ ആ ഒരു ഡെറിവേഷൻ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ഈ ഡെറിവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഈ ഡെറിവേഷൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സോ യെസ്, ഇതാണ് നമ്മൾ ഫൈനലി പറഞ്ഞ റിസൾട്ട്. സോ ഇവിടെ നമ്മൾ H2 - H1 നമ്മൾ H എന്ന് എടുത്തു. അതുപോലെ V2 V1 നമ്മൾ പറഞ്ഞു 0 ആണ്, V2 നമ്മൾ V എന്ന് എടുത്തു. സോ നമുക്ക് അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? യെസ്, ഓക്കെ, ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, ഈ 1 വരുന്ന ടേംസിനെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അതാണ് കേട്ടോ. യെസ്, 1 വരുന്ന എല്ലാ ടേംസിനും, അതായത് P1, അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഹാഫ് റോ ഇൻറ്റു V1 സ്ക്വയർ. ഓക്കെ, പ്ലസ് റോ V1 സ്ക്വയർ. പിന്നെന്താ വരിക? പിന്നെ H1 ടേം ആണ് വരിക. സോ ദാറ്റ് വിൽ ബി റോ GH1 വരും. ഓക്കെ അല്ലേ? യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2 എന്ന് വരും. ക്ലിയർ അല്ലേ? സോ ദിസ് മീൻസ് എന്താണ്? ഈ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ അപ്രോക്സിമേഷൻ നമ്മൾ വേറൊരു ഭാഗത്താണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. സോ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 വിച്ച് ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2. ഓക്കെ, ദാറ്റ് മീൻസ് ദിസ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് നമുക്ക് വരും. അതായത് നമ്മുടെ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ടോട്ടൽ എനർജി വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് നമുക്ക് കിട്ടി. ഇതാണ് ബെർണോളിസ് തിയറം പറയുന്നത്. സോ ബെർണോളിസ് റിലേഷൻ മേ ബി സ്റ്റേറ്റഡ് as follows: as we move along a streamline, the sum of pressure, kinetic energy per unit volume, potential energy per unit volume remains constant. ഓക്കെ അല്ലേ? സോ ഈ എന്താ പറയുക, പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിനൊക്കെ നമ്മൾ എന്ത് പറയും? പ്രഷർ ഹെഡ്, കൈനറ്റിക് ഹെഡ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അത് വേറൊരു പേരാണ്. സോ പഠിച്ചാലും കുഴപ്പമില്ല. Okay, yes, not that in applying the energy conservation principle, there is an assumption that no energy is lost due to friction. Okay, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ideal fluid, friction ഇല്ലാത്ത fluid. But in fact, when fluids flow, some energy definitely will lose. This arises due to the fact that in fluid flow, the different layers of fluid flow with the different velocities, these layers exert frictional force on each other, resulting in loss of energy. This property of fluid is called viscosity. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്? രണ്ട് ലെയറുകൾ തമ്മിൽ വരുന്ന എന്താ പറയുക, നമ്മളിപ്പം നമ്മൾ സാധാരണ കേസിൽ നമ്മൾ പറയും അല്ലെ, ഒരു സർഫസിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? യെസ്, അഗെയിൻസ്റ്റ് മോഷൻ എന്ത് ചെയ്യും? അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞ ഫ്രിക്ഷൻ. സോ ഫ്ലൂയിഡ്സിന്റെ കേസിലുള്ള ഫ്രിക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. And it is discussed in more detail in later. നമ്മൾ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ദിസ് ബെർണോളിസ് ഇക്വേഷൻ ഐഡിയലി അപ്ലൈഡ്സ് ടു ഫ്ലൂയിഡ്സ് വിത്ത് സീറോ വിസ്കോസിറ്റി. നമ്മൾ പറഞ്ഞല്ലോ, നോൺ കംപ്രസിബിൾ ആയിട്ടുള്ള, നോൺ വിസ്കസ് ആയിട്ടുള്ള, വിതൗട്ട് ഫ്രിക്ഷൻ ഉള്ള, അല്ലെ, ഫ്രിക്ഷൻ ഒട്ടും തന്നെ ഇല്ലാത്ത ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് നമ്മളിവിടെ പറയുന്ന കാര്യം കേട്ടോ. യെസ്, so this is the equation. ഇനി അടുത്തത്, when the fluid is at rest, okay, velocity എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ മൊത്തം ടേമും പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? റോ 1 പ്ലസ് റോ GH1 പ്ലസ് വിച്ച് ഇസ് ഈക്വൽ ടു റോ 2 പ്ലസ് P2 പ്ലസ് റോ GH2 എന്ന് കിട്ടും. ഇനി ലെറ്റ്സ് സേ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് വിചാരിക്കുക. ഹൈറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താവും? നമ്മുടെ വെലോസിറ്റീസിന്റെ നമ്മുടെ പ്രഷർ എനർജിയും അതുപോലെ തന്നെ നമ്മുടെ കൈനറ്റിക് എനർജിയുടെയും ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. സോ രണ്ട് കേസസ് ആണ്, വെലോസിറ്റി 0 ആവുന്നതും ഹൈറ്റ് 0 ആവുന്നതും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പ്രഷർ എനർജി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പോകരുത്, പൊട്ടൻഷ്യൽ എനർജി, ഇത്രയും സാധനത്തിന്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ഇതിന്റെയും സം എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ക്ലിയർ ആണോ? ആൻഡ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നോൺ വിസ്കസ് ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം, സ്റ്റഡി ഫ്ലോ ആയിരിക്കണം അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? പ്രഷർ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ക്ലിയർ ആയല്ലോ? യെസ്, ബെർണോളിസ് തിയറം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ബിഫോർ ദാറ്റ് ഓക്കെ, എനിക്ക് ചെറിയൊരു, ഞാൻ അവിടെ അസ്യൂം ചെയ്തത് വേറൊരു ഡെറിവേഷനിലായിരുന്നു, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. സോ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇതാണ് ഇൻലെറ്റ്, ഇവിടെ ഏരിയ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, A1ന്റെ ഏരിയ കൂടുതലാണ്. V1 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. കാരണം നമ്മൾ പഠിച്ചു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A is equal to a constant value എന്ന് നമ്മൾ പഠിച്ചിരുന്നു. സോ ഇങ്ങനെയായിരിക്കും വരിക. A1 കൂടുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കുറവായിരിക്കും. സോ ഇവിടെ എന്താണ്? A2 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ V1നെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് H1 ഹൈറ്റിലാണ്,
ആണ് ആൻഡ് ദിസ് ഇസ് H2 ഹൈറ്റിലാണ്. സോ നമ്മളിവിടെ കൊടുക്കുന്നത് ഡെൽറ്റ വി വോളിയം ഡിസ്പ്ലേസ്ഡ് ആവുന്ന അത്രയും ഫ്ലൂയിഡ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്, ഇൻലെറ്റിലൂടെ നമ്മൾ കൊടുക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അത്രയും തന്നെ എന്ത് ചെയ്യും, പുറത്തേക്കും വരും. ക്ലിയർ അല്ലേ? സോ ഇത് എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ആണ്, നമ്മൾ ഹൈറ്റ് കൂടുതലുള്ള സ്ഥലത്തേക്കാണ് ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യിക്കേണ്ടത്. സോ നമ്മൾ അവിടെ കൊടുക്കുന്ന വർക്ക് ഡൺ ആണ് അവിടെ എന്താവുന്നത്, എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. സോ W1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, P1 ഇവിടെയുള്ള പ്രഷർ. ഓക്കെ, പ്രഷർ ഇൻറ്റു നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ നമ്മുടെ ഫ്ലൂയിഡിന്റെ വോളിയം വരുന്നത്, സോ ഡെൽറ്റ വി ആണ് നമ്മൾ എടുത്തു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ W2 എന്ന് പറയുന്നത് എന്തായിരിക്കും, P2 ഡെൽറ്റ വി ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ½ mv1² ആയിരിക്കും. ആൻഡ് ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, യെസ്, പുറത്തേക്ക് പോകുമ്പോൾ അതിനുള്ള കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ½ mv2² ആണ്. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയേണ്ട, സിമ്പിൾ അല്ലേ, mgh1 ആണ്. ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി mgh2. ഓക്കെ, H2 ഹൈറ്റിലാണ് അവസാനം നിൽക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയും നമുക്ക് കിട്ടി. ഇനി എന്താ നമ്മൾ പറഞ്ഞത്, യെസ്, നമ്മുടെ ചേഞ്ച് ഇൻ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്, അവിടുത്തെ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. സോ ഇവിടെയുള്ള എല്ലാ എനർജീസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലടാ? സോ ഇവിടത്തെ എന്താ വരിക, ഇവിടെ വരുന്നത് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി അല്ലെ. വർക്ക് ഡൺ എന്ന് പറയുന്നത് P1 ഡെൽറ്റ വി P2 ഡെൽറ്റ വി. സോ ഇത് W1 മൈനസ് W2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി കൈനറ്റിക് എനർജി ½ m ഇൻറ്റു V2² അല്ലേ, യെസ്, V2² മൈനസ് V1². ഇനി പ്ലസ് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ mgh2 മൈനസ് h1. ക്ലിയർ അല്ലേടാ? സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ നമ്പർ 1 ഇട്ടു നമ്മൾ. ഇനി എന്താ ചെയ്യുന്നത്, എല്ലാ ഇക്വേഷനും ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, P1 മൈനസ് P2 വിച്ച് ഇസ് ഈക്വൽ ടു ½ ഇൻറ്റു m ബൈ ഡെൽറ്റ വി, ദാറ്റ് ഇസ് റോ V2 മൈനസ് V2² മൈനസ് V1² പ്ലസ് m ബൈ ഡെൽറ്റ വി, ദാറ്റ് ഇസ് അഗെയിൻ റോ gh2 മൈനസ് h1. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒന്നിന്റെ എല്ലാ ടേംസും, അതായത് ഫസ്റ്റ് ഇൻലെറ്റിലൂടെ പോയിട്ടുള്ളതിന്റെ എല്ലാത്തിനെയും നമ്മൾ സെയിം ഒരേ സൈഡിലോട്ട് കൊണ്ടുവരാണ്. സോ P1 പ്ലസ് ½ റോ V1² പ്ലസ് റോ gh1 which is equal to P2 plus ½ റോ V2² പ്ലസ് റോ gh2 എന്ന് വരും, which means this value rho plus P1 plus ½ റോ V² plus റോ gh എന്ന് പറയുന്നതായിരിക്കും is a constant value. ക്ലിയർ ആയല്ലോ? സിമ്പിൾ. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിളും ഇതും പ്രൂഫും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സിമ്പിൾ ആണ്, തെറ്റിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായില്ല ഞാൻ തെറ്റിക്കുമ്പോൾ. സോ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. സോ കാര്യമായിട്ട് നോക്കുക കേട്ടോ. ഇനി ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ലിമിറ്റേഷൻ നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഐഡിയൽ ഫ്ലൂയിഡ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. സോ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടാവും, യെസ്, വിസ്കോസിറ്റി ഉണ്ടായിരിക്കും, ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. സോ അവിടെ എന്തുണ്ടാവും, എനർജി ലോസ് ഉണ്ടായിരിക്കും. സോ ടോട്ടൽ എനർജി കൺസേർവ്ഡ് അല്ലെങ്കിൽ ഈ ഒരു എനർജി കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നതിൽ മാറ്റം ഉണ്ടാവും. കാരണം എന്താണ്, ഐഡിയൽ ഫ്ലൂയിഡ് അല്ല. ഓക്കെ അല്ലേ? യെസ്. അടുത്തതാണ് സ്പീഡ് ഓഫ് ഇഫ്ലക്സ്. ഇഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ജലപ്രവാഹം എന്നാണ് അർത്ഥം. ഓക്കെ, ജലപ്രവാഹം എന്നാണ് ഇഫ്ലക്സിന്റെ അർത്ഥം വരുന്നത്. സോ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നോക്കിക്കേടാ, ഇതാണ് നമ്മളൊരു ബീക്കർ. ഓക്കെ അല്ല, ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബീക്കർ, അതിൽ നമുക്ക് കുറച്ച് ഫ്ലൂയിഡിനെ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താവും, യെസ്, ഇതൊരു പെർട്ടിക്കുലർ സ്പീഡിൽ എന്ത് ചെയ്യും, യെസ്, ഇതിങ്ങനെ ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുന്ന, ഓക്കെ അല്ലേ, ആ ഫ്ലോ ചെയ്യുന്ന ആ സ്പീഡിന്, ഓക്കെ അല്ല, ആ സ്പീഡിന് നമ്മൾ പറയുന്ന പേരാണ് സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, യെസ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ്, അതാണ് സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് ടോറിസെല്ലീസ് ലോ. ഓക്കെ, എന്താണ് ടോറിസെല്ലീസ് ലോ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. സ്പീഡ് ഓഫ് ഇഫ്ലക്സ്, ടോറിസെല്ലീസ് ലോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, യെസ്, അപ്പം നമുക്ക് ഇപ്പം ഈ ടോറിസെല്ലീസ് ലോന്റെ എന്താ പറയുക, ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ ഡാം തുറക്കാന്ന് കേട്ടിട്ടില്ലേ? അപ്പം ഏത് സ്പീഡിൽ അല്ലെങ്കിൽ എത്രത്തോളം ഡാം തുറക്കണം എന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ, ഓക്കെ, അതിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും അനുസരിച്ച് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് വേണം. ക്ലിയർ അല്ലേടാ? യെസ്. സോ ദ സ്പീഡ് ഓഫ് എ ഫ്ലക്സ് അല്ലെങ്കിൽ ദ സ്പീഡ് അറ്റ് വിച്ച് ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഔട്ട് ഓഫ് എ സ്മോൾ സ്ലിറ്റ് ഓഫ് എ കണ്ടെയ്നർ ഇസ് സെയിം ദാറ്റ് ഓഫ് ദ വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. നമുക്കറിയാം ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gh ആണ് അല്ലേ? ഈ സംഭവം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്, അത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് √2gh ആണ്. സോ ടോറിസെല്ലി പറയുന്നത് എന്താണ്, യെസ്, ഇങ്ങനെ ഒരു ഫ്ലൂയിഡ്, അതായത് ഇവിടെ നമ്മളൊരു ഹോൾ ഉണ്ടാക്കി ഒരു ഫ്ലൂയിഡ് പോവുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് എന്തായിരിക്കും പറയുന്നത്, √2gh എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് നോക്കാം
എന്താണ് ഫസ്റ്റ് നമ്മളിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ആ കണ്ടെയ്നർ ക്ലോസ്ഡ് ആണ്. ഓക്കെ അല്ലെ, ക്ലോസ്ഡ് ആണ്. സോ നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ ആണ് കൊടുത്തിട്ടുള്ളത്. ആ എക്സ്റ്റേണൽ പ്രഷറിന്റെ വാല്യൂ പി എന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പി എന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യെസ്, നമ്മുടെ ഈ ഒരു സർഫസിലോട്ടുള്ള ഹൈറ്റ് നമ്മൾ എടുക്കുന്നത് H2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹൈറ്റ് ഞാൻ H1 എന്ന് എടുക്കുവാണ്. ഓക്കെ യെസ്, ഇവിടെ Y2 Y1 ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ സോറി. ഓക്കെ, സോ Y2 മൈനസ് Y1 എന്തായിരിക്കും? യെസ്, ഹൈറ്റ് H എന്നും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേടാ? അതായത് ഹോളിലോട്ടുള്ള ബീക്കറിന്റെ ബോട്ടത്തിൽ നിന്നും ഹോളിലോട്ടുള്ള ഡിസ്റ്റൻസ് Y1 ആണ്. ആൻഡ് ബോട്ടത്തിൽ നിന്നും സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ് Y2 ആണ്. ആൻഡ് Y2 മൈനസ് Y1 എന്ന് പറയുന്നത് എന്താണ്? H ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? യെസ്, നമ്മൾ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്തു. അതാണ് നമ്മൾ പറഞ്ഞത്, സർഫസിലുള്ള പോയിന്റും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു നമ്മുടെ ഹോൾ ഇട്ടിട്ടുള്ളിടത്തും ഒരു പോയിന്റും, അതായത് അറ്റ് ദി എഫ്ലെക്സ്, അതായത് ഈ ജലപ്രവാഹം ഉണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യുവാണ്? ഓരോ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ 2 പോയിന്റുകളാണ് നമുക്കുള്ളത്. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, ഇവിടുത്തെ ഏരിയ A2 എന്ന് പറയുന്നത് A1-നെക്കാട്ടിലും വളരെ വളരെ വലുതാണ് അല്ലെ. A1 എന്ന് പറയുന്നത് A2 എന്ന് പറയുന്നത് A1-നെക്കാട്ടിലും, അതായത് നമ്മുടെ ഈ ഹോളിന്റെ ഏരിയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുന്നത് അല്ലെ. സോ ഈ എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ കൊടുക്കുന്നത് ആ ഏരിയയും ഈ ഹോളിന്റെ ഏരിയയും കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? യെസ്, നമ്മുടെ മറ്റേ ഏരിയ A2 എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര വലുതാണ്. ഓക്കെ അല്ലേ? ഭയങ്കര വലുതാണ്. നമുക്കറിയാം, ഇപ്പൊ ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു, AV is equal to a constant ആണ്. സോ A is inversely proportional to velocity ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി കുറവും ഇവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. ക്ലിയർ അല്ലേ? അതായത് V1 വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ അല്ലേടാ? യെസ്. ആൻഡ് നമുക്ക് പറയാൻ പറ്റും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് നിശ്ചലമായിട്ട് നിൽക്കുന്നതല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ്, അതായത് ഈ A2-ന്റെ ഏരിയ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ V2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 എടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ അവിടെ മിസ് ചെയ്ത് പോയ പോയിന്റ് കേട്ടോ. ഓക്കെ, നേരത്തെ ഞാൻ അവിടെ ഇത് രണ്ടും കൂടെ മെർജ് ആയി പോയതാണ്. സോ V2 is equal to 0, കാരണം ഇവിടെ എന്താ പറയുക, ഏരിയ ഭയങ്കര വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? മിനിമം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 0 ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ അറ്റ് പോയിന്റ് 1, ഓക്കെ 1 നമുക്ക് നോക്കാം. 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ എക്സ്റ്റേണൽ പ്രഷറാണ്, പക്ഷേ ഇത് അറ്റ്മോസ്ഫിയർ ആയിട്ട് കോൺടാക്റ്റിലുള്ള പോയിന്റാണ്. സോ ഇവിടുത്തെ പ്രഷർ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുത്താൽ മതി? യെസ്, അറ്റ്മോസ്ഫെറിക് പ്രഷർ നമുക്ക് എടുത്താൽ മതി. ക്ലിയർ അല്ലേടാ? അറ്റ്മോസ്ഫെറിക് പ്രഷർ നമ്മൾ എടുത്താൽ മതി. ഓക്കെ യെസ്, പ്ലസ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? V1 സ്ക്വയർ ആണ്, പ്ലസ് M ഇൻറ്റു G ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? Y1 ആണ്. ഓക്കെ അല്ല? അപ്പൊ മറ്റു പോയിന്റിൽ കിട്ടി. ഇനി പോയിന്റ് 2 നമുക്ക് നോക്കി നോക്കാം. അവിടെ എന്താണ്? എക്സ്റ്റേണൽ പ്രഷർ, ദാറ്റ് ഇസ് P. ഓക്കെ, പ്ലസ് ഹാഫ് ഇൻറ്റു റോ V2 സ്ക്വയർ പ്ലസ് MG Y2. ഓക്കെ അല്ലേ? യെസ്, നമുക്കറിയാം ഇത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PATM. ഓക്കെ യെസ്, സോ ഇവിടെ നോക്കാം നമുക്ക് PATM, അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. ഓക്കെ, സോ 1 മൈനസ് 2 ഞാൻ ചെയ്യാൻ പോവാണ്. സോ നോക്കിക്കേടാ, P മൈനസ് PATM. ഓക്കെ അല്ലേ? യെസ്, പ്ലസ് റോ G H1 മൈനസ് Y1 മൈനസ് Y2. ഓക്കെ യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ നമുക്ക് കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? ഒന്ന് നോക്കിക്കേടാ, ഇത് നോക്കിക്കേ, PATM പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് MG Y1 വിച്ച് ഇസ് ഈക്വൽ ടു P പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് MG Y2. സോ ഇവിടെ നോക്കിക്കാൻ ഈ വാല്യൂ ഉണ്ടല്ലോ, അതായത് നമ്മുടെ V2 എന്ന് പറയുന്ന വാല്യൂ ഓൾമോസ്റ്റ് 0 എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V1 സ്ക്വയർ. ഓക്കെ, അത് മാക്സിമം വരുന്ന വെലോസിറ്റി ആണ്, ഹോളിന്റെ ആണ്, പ്ലസ് MG Y1 വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേമും കൂടെ വരും. അത് എന്തായിരിക്കും? യെസ്, നമ്മുടെ ഹാഫ് റോ V സ്ക്വയർ. ഓക്കെ, V1 നമുക്ക് V1 സ്ക്വയർ ആണ് വരാം. നമുക്ക് മറ്റേ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? V സ്ക്വയർ എടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇതുവരെ സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ Y2 മൈനസ് Y1 ആണ് കേട്ടോ. Y2 മൈനസ് Y1 നമുക്ക് എന്തെടുക്കാൻ പറ്റും? P മൈനസ് PATM പ്ലസ് റോ G ഇൻറ്റു H എന്നെടുത്തോടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു Y2 മൈനസ് Y1 വാല്യൂ എന്താണ്? H ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ എന്ത് ചെയ്തു? അവിടെ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ P മൈനസ് PATM പ്ലസ് റോ GH വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് റോ V സ്ക്വയർ.
ഓക്കെ അല്ലടാ? ഇനി എന്ത് ചെയ്താൽ മതി? വി സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആ വി സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ പി എ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇവിടെ ഇട്ട PATM എന്ന് പറയുന്ന ഇക്വേഷൻ. സോ നമ്മുടെ വെലോസിറ്റി, അതായത് ഹോളിലൂടെ പാസ് ചെയ്യുന്ന വാട്ടറിന്റെ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു √2GH + 2 × P - PA ഡിവൈഡഡ് ബൈ റോ എന്ന് കിട്ടും. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലെ? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാം, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, റീഅറേഞ്ച് ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. സോ നോക്കിക്കേ, ഇവിടെ നമുക്ക് വി അല്ലേ വേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2 × P - PATM പ്ലസ് ρGH, ഓക്കെ, 2ρGH ഡിവൈഡഡ് ബൈ എന്ത് വരും? റോ വരും. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. സോ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കേസിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക്. അതായത് 2 × P - PATM ഡിവൈഡഡ് ബൈ റോ പ്ലസ് 2ρGH ഡിവൈഡഡ് ബൈ റോ. ഓക്കെ, സോ റോയും ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് ഇവിടെ കിട്ടി 2GH വിച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ. ഓക്കെ അല്ലേ? വി സ്ക്വയർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ടേം ദാറ്റ് ഇസ് 2GH പ്ലസ് 2 × P - PATM ഡിവൈഡഡ് ബൈ റോ വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ? വി. ക്ലിയർ അല്ലേടാ? യെസ്. ഇനി ലെറ്റ്സ് സേ നമ്മളിപ്പം പറഞ്ഞു ഇവിടെ നമ്മൾ ഇവിടെ ഓപ്പൺ അല്ലായിരുന്നു അല്ലെ, ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? യെസ്, P is equal to PATM ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ PA - PA അല്ല വരാ. സോ ദാറ്റ് മീൻസ് ഈ ഒരു ടേം 0 ആയിട്ട് പോവും. അങ്ങനെയാണെങ്കിൽ വിന്റെ വാല്യൂ എന്താ വരാ? √2GH. ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ ഓപ്പൺ ടു സർഫസ് അല്ലെങ്കിൽ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റിന്റെ വാല്യൂ √2GH. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്? അതായത് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി തന്നെയായിരിക്കും നമ്മൾ പറഞ്ഞത്. അതല്ലേ? ദിസ് ഇസ് ടോറിസെല്ലിസ് ലോ. ക്ലിയർ അല്ലേടാ? ഈ ഡെറിവേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, സോ അഗെയിൻ നമ്മൾ ഒന്നും കൂടെ ഒന്ന് വേണമെങ്കിൽ ബ്രീഫ് ആയിട്ട് പറയാം. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള വെലോസിറ്റീസ്, ഓക്കെ, രണ്ടിൻ്റെയും ടോട്ടൽ എനർജീസ് സെയിം ആയിരിക്കും. സോ ഫസ്റ്റ് ഈ ഒരു സോണിലുള്ള ഓരോ പോയിന്റിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന എനർജിയും ഈ ഒരു പോയിന്റിൽ എനർജിയും ചെയ്യുന്നു. ദെൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആയിട്ട് നമ്മൾ എടുത്തു. ദെൻ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? കോമൺ ആയിട്ട് V1 അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കുവാണ്. ഓക്കെ, അപ്പം ഇനി അടുത്തതാണ് നമ്മൾ പറയുന്ന ഡൈനാമിക് ലിഫ്റ്റ്, അതുപോലെ തന്നെ മാഗ്നസ് എഫക്റ്റ്. അതൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ബെർണോളിസ് തിയറത്തിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ക്ലിയർ അല്ലേടാ? യെസ്. സോ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ടൈം മാത്രം മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. സോ ഇവിടെ നമ്മൾ ബെർണോളിസ് തിയറത്തിൻ്റെ എന്താ പറയുക പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞ ഡൈനാമിക് ലിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫുട്ബോളുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു സംഭവമായിരിക്കും മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലോട്ടല്ല ബോൾ പോകുന്നത്, കുറച്ച് ഒരു ഭയങ്കര ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ബിഹൈൻഡ് ഉള്ള ഫിസിക്സ് ആണ് ഈ ഒരു മെയിൻ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ബോൾ മൂവിങ് വിത്ത് സ്പിൻ ആൻഡ് വിത്തൗട്ട് സ്പിൻ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഓക്കെ, യെസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. അപ്പം നമുക്കറിയാം നമ്മളിപ്പം നമുക്കറിയാലോ നമ്മളിപ്പം ലെറ്റ്സ് സേ സപ്പോസ് എന്താ പറയുക, നമ്മൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പം നമുക്കറിയാലോ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ എയർ ഫ്ലോ അല്ലെങ്കിൽ എയർ സ്ട്രീം വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇവിടെ ഇങ്ങനെ ഒരു ബോൾ ഇരിക്കുവാണ്. ഇപ്പം സോ ഫാർ എന്താണ് ഇത് സ്പിൻ ചെയ്യുന്നില്ല, ഒരു എന്താ പറയുക ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോൾ. സോ ഡെഫിനറ്റ്ലി നമുക്കറിയാം ഈ സ്ട്രീം ലൈൻസ് ഇങ്ങനെ വരേണ്ടത് എന്ത് ചെയ്യും? ഈ പോയിന്റിലോട്ട് എത്തുമ്പോൾ കുറച്ചൊന്ന് വളഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഓക്കെ അല്ലേ? അതായത് ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കൽ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്ട്രീം ലൈൻ ഇങ്ങനെ വരേണ്ടത് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്തിട്ട് പോകും. ഓക്കെ അല്ലേ? സോ ഫിഗർ 9.11 ഇതാണ് നമ്മുടെ ഫിഗർ. ഷോസ് ദ സ്ട്രീം ലൈൻ അറൌണ്ട് എ നോൺ സ്പിന്നിങ് ബോൾ മൂവിങ് റിലേറ്റീവ് ടു ദ ഫ്ലൂയിഡ്. From the symmetry of streamline, it is clear that the velocity of fluid above and below the ball at corresponding points is same, resulting in zero pressure difference. The air therefore exert no upward or downward force on the ball. ഇപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് വൺസ് ഇപ്പം എയർ ഫ്ലോ ഇങ്ങനെ വരുവാണ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീം ഇങ്ങനെയാണ്, അവിടെ നമ്മുടെ ഈ ബോൾ ഇരിക്കുവാണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. സോ ഇതിങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിൽ എന്ത് ചെയ്യും? യെസ്, ഇത് ഇങ്ങനെ ഇതിന്റെ മേളിക്കോട്, അതായത് ഈ പോയിന്റിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? രണ്ട് ഡയറക്ഷനിലോട്ടും. ഓക്കെ, മുകളിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ? യെസ്,
ഇവിടെയാണ് നമ്മുടെ ബോൾ ഇരിക്കുന്നത്. നമ്മുടെ സ്ട്രീം ലൈൻസ് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രീം ലൈൻസ് എന്ത് ചെയ്യും? യെസ്, ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? യെസ്, സോ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് പോകും. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സ്ട്രീം ലൈൻസ് എല്ലാം എക്സാക്ട്ലി ഇവിടെ ഇരിക്കുന്ന അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? താഴെ ഇരിക്കുന്നത്. സോ ഇത് നമുക്ക് മനസ്സിലായി എന്താണ്? ഇവിടെ പ്രഷറിലെ വാരിയേഷൻ വരുന്നില്ല. ഓക്കെ അല്ലേ? സോ പ്രഷറിലെ വാരിയേഷൻ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടാവുന്നില്ല? ഒരു പ്രഷർ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നില്ല. സോ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതേ ബോൾ തന്നെ സ്പിൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇതേ ബോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോൾ മൂവിങ് വിത്ത് എ സ്പിൻ. എ ബോൾ വിച്ച് ഇസ് സ്പിന്നിങ് ഡ്രാഗ്സ് എയർ. അതായത് സ്പിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ എന്ത് ചെയ്യും? ആ എയറിനെ തന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ വലിച്ച് അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാനായിട്ട് വരും. അതാണ് നമ്മൾ പറയുന്ന ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, കുറേ എന്താ പറയുക, നമ്മുടെ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്ത് ഒരുപാട് എന്താ പറയുക ചർച്ചാ വിഷയങ്ങളായിട്ടുള്ള എങ്ങനെ ആ ബോൾ അവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച നടന്നിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ വരുന്നത്. സോ വൺസ് ഈ ബോൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് അതേ ആ ഒരു പോയിന്റ് കൂടെ തന്നെ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? അവിടെയുള്ള എയറിനും കൂടെ വലിച്ചെടുക്കാനായിട്ട് നോക്കും, ഡ്രാഗ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ അല്ലേ? യെസ്, ഇഫ് the surface is rough, more air will be dragged. Okay, shows the streamline of air for a ball which is moving and spinning at the same time. Okay അല്ലേ? സോ സ്ട്രീം ലൈൻസ് എയറും അതുപോലെ തന്നെ നമ്മുടെ ബോളും എന്ത് ചെയ്യാണ്? യെസ്, ഇതുപോലെ ഒരു മോഷന് വിധേയമാകുകയാണ്. ദ ബോൾ ഇസ് മൂവിങ് ഫോർവേഡ് ആൻഡ് റിലേറ്റീവ് ടു ദ എയർ ഇസ് മൂവിങ് ബാക്ക്വേർഡ്. ഓക്കെ അല്ലേ? സോ എങ്ങോട്ടാണോ ഇത് പോകുന്നത് ജസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? എയർ മൂവ് ചെയ്യാനായിട്ടും തുടങ്ങും. ഓക്കെ, എയർ സ്ട്രീം ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ക്ലിയർ അല്ലേടാ? യെസ്, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഈ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള എയർ സ്ട്രീംസിന് അല്ലെങ്കിൽ ഈ സ്ട്രീം ലൈൻസിനെല്ലാം എന്ത് ചെയ്യും? ഇതെങ്ങനെ വലിച്ചഴച്ചെന്ന് പറയില്ല, അതുപോലെ ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അറിയാം ഈ സ്ട്രീം ലൈൻസ് എല്ലാം എന്താണ്? കുറച്ച് അടിങ്ങിയിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലോ ഭയങ്കര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ മേജർ ചേഞ്ച് വരുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെ പ്രഷറിൽ വാരിയേഷൻ വന്നു. ഓക്കെ അല്ലേ? പ്രഷറിൽ വാരിയേഷൻ വന്നു. therefore the velocity of air above relative to the ball is larger. ഇവിടുത്തെ നമ്മൾ പറഞ്ഞു സ്ട്രീം ലൈൻസ് അടുക്കി ഇരിക്കുന്നെങ്കിൽ അവിടെ വെലോസിറ്റി കൂടുതലാണ് അല്ലെ? സോ therefore the velocity of air above the ball relative to the ball is larger and below is smaller. The streamlines thus get crowded about the rarefied below. This difference in velocities of air results in the pressure difference between the lower and upper phases. Then there is a net upward force on the ball. This dynamic lift due to spinning is called Magnus effect. ഓക്കെ അല്ലടാ? അതായത് ഇത് സ്പിൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെയുള്ള എയറിനെ ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ആ സ്ട്രീം ലൈൻസ് എല്ലാം എന്താണ്? കട്ടയ്ക്കാണ് നിൽക്കുന്നത്, അടങ്ങി നിൽക്കുന്നത്. അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും, താഴെ വെലോസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. സോ അവിടെ പ്രഷറിൽ വാരിയേഷൻ വരുന്നു. പ്രഷറിൽ വാരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രഷറിൽ വാരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം അവിടെ എന്താണ്? യെസ്, എന്താ പറയുക, പ്രഷറിൽ വാരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ആ ഫോഴ്സിനും കൂടെ റിലേറ്റീവ് ആയിട്ടായിരിക്കും ബോൾ പിന്നീട് മൂവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഇത് സ്ട്രെയിറ്റ് പോകാതെ എന്ത് ചെയ്യുന്നത്? കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ എന്താ പറയുക എയ്റോപ്ലെയിൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതിന്റെ വിങ്സ് കണ്ടിട്ടില്ലേ? ആ വിങ്സിന്റെ ഒരു ക്രോസ് സെക്ഷൻ, അതായത് ഇപ്പം ഇതാണ് എയ്റോപ്ലെയിൻ എന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് എയ്റോപ്ലെയിൻ എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുവാണെങ്കിൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയന്റെ ഷേപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഷേപ്പിലായിരിക്കും ഇത് ഉണ്ടാവുന്നത്. സോ ഈ ഷേപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം കുറച്ചുകൂടെ പരന്ന പോലെയും ഈ ഭാഗം കുറച്ചും കൂടെ കേർവ്ഡ് പോലെയായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഫോയിൽ എന്ന് പറയുന്ന ഒരു ഷേപ്പ് നമ്മളായിട്ട് പറയുന്നത്. സോ ഈ ഒരു ഷേപ്പാണ് നമ്മുടെ എയ്റോപ്ലെയിനെ ലിഫ്റ്റ് ചെയ്യാനും മുകളിലോട്ട് പറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എയ്റോപ്ലെയിനെ എങ്ങനെയാണ് പറക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് പറയാൻ പറ്റും. ബെർണോളിസ് തിയറം ആണ് ഇവിടെ ഉള്ളത്, ഡൈനാമിക് ലിഫ്റ്റ്. സോ എയർ ക്രാഫ്റ്റിംഗ് വിങ് അല്ലെങ്കിൽ നമ്മുടെ എയ്റോഫോയിലിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഷേപ്പാണ്. ഓക്കെ അല്ലേ? വിച്ച് ഇസ് എ solid piece shaped to provide upward dynamic lift when it is moves horizontally through the air. The cross-sectional area of the wings of an aeroplane looks somewhat like an aerofoil. അതാണ് നമ്മൾ പറഞ്ഞ ഈ ഷേപ്പ്. ഓക്കെ, aerofoil shown in the figure with a streamline around it. When the aerofoil moves against the wind, okay, the orientation of the wing relative to the flow direction causes the streamline to crowd together. So definitely എന്താവും ഈ മേൾഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കുറച്ചും കൂടെ എന്താ പറയുക ഈ പറയുന്ന പോലെ ക്രൗഡഡ് ആയിട്ടായിരിക്കും. വൺസ് വിൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? യെസ്, ഈ മുകളിലുള്ള അല്ലെങ്കിൽ ഈ എയ്റോഫോയിലിന്റെ ഷേപ്പ് ആ ഒരു ഷേപ്പിൽ വരുന്ന ഈ അപ്പർ പോർഷനിൽ സ്ട്രീം ലൈൻസ് എല്ലാം എന്തെങ്കിലും കട്ടയ്ക്ക് നിൽക്കും. അതായത് അവിടെ വെലോസിറ്റി കൂടുതലാണ്, താഴെ വെലോസിറ്റി കുറവായിരിക്കും. സോ പ്രഷറിൽ വേരിയേഷൻ വരുന്നു. സോ അവിടെ ഒരു അപ്ത്രസ്റ്റ് ഫോഴ്സ് ഉണ്ടാകുന്നു, മുകളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു. ആ ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഈസി ആയിട്ട് അല്ലെങ്കിൽ എയ്റോപ്ലെയിൻസ് പറക്കുന്നത് അല്ലെങ്കിൽ അത് മുകളിലോട്ട് ഉയരുന്നത്. ഓക്കെ അല്ലേ? യെസ്. So dynamic lift is the force that acts on a body such as airplane wing, hydrofoil or spinning ball by virtue of its motion through a fluid. Okay, so
ത്രൂ ഇൻ ദ ഫ്ലൂയിഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇൻ ദ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിന്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ അല്ലേ? യെസ്, ഇൻ മെനി ഗെയിംസ് സച്ച് ആസ് ക്രിക്കറ്റ്, ടെന്നീസ്, baseball or golf, we notice that spinning ball deviates from the parabolic trajectory as it moves through the air. This deviation can be partly explained on the basis of Bernoulli's principle. Okay അല്ലടാ? യെസ്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ ഇതാണ് ബോൾ മൂവിങ് വിത്തൗട്ട് സ്പിൻ. നമ്മൾ പറഞ്ഞു എന്താണ്, യെസ്, അവിടെ സ്ട്രീം ലൈൻസ് ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പും ഡൗണിലും എന്തായിരിക്കും, സെയിം വെലോസിറ്റീസ് ആയിരിക്കും. ബട്ട് അത് സെയിം ടൈം സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള എയർ സ്ട്രീംസിനെല്ലാം ഡ്രാഗ് ചെയ്ത് വലിച്ചെടുക്കാനായിട്ട് നോക്കും. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, യെസ്, ഈ സ്ട്രീം ലൈൻസ് എല്ലാം കൂടെ ഒരു കട്ടക്കായിട്ട് ഇങ്ങനെ നിൽക്കും. സോ അപ്വേർഡും ഡൗൺവേർഡും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് അധികം വെലോസിറ്റിയും താഴെ വെലോസിറ്റി കുറവായിരിക്കും. സോ അവിടെ പ്രഷർ ഡീവിയേഷൻ വരുന്നു, അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ വരുന്നു. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. സെയിം തന്നെയാണ് എയറോഫോയിലും പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ആണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ എയറോഫോയിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ആ എയറോഫോയിൽ ഷേപ്പിന്റെ പ്രത്യേകത എന്താണ്, യെസ്, അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇത് സ്ട്രീം ലൈൻസിനെല്ലാം അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോന് അല്ലെങ്കിൽ ഈ എയറിന്റെ സ്ട്രീംസിന് എന്ത് ചെയ്യും, അതിങ്ങനെ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക അടുക്കി വെക്കുന്ന പോലെ ആക്കിയിട്ട് ആവുന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്രസ്ഡ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. ഇനി ഒരു പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. എ ഫുള്ളി ലോഡഡ് ബോയിങ് എയർക്രാഫ്റ്റ് ഹാസ് എ മാസ് ഓഫ് 3.3 × 10⁵ ആണ്. ഇറ്റ്സ് ടോട്ടൽ വിങ് ഏരിയയും തന്നിട്ടുണ്ട്. ഇറ്റ്സ് ലെവൽ ഫ്ലൈറ്റ് വിത്ത് സ്പീഡ് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവർ ആൻഡ് അപ്പർ സർഫസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? പ്രഷർ ഡിഫറൻസ്, അതായത് ഡെൽറ്റ പി നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. സോ ദ വെയിറ്റ് ഓഫ് ദ ബോയിങ് എയർക്രാഫ്റ്റ് ഇസ് ബാലൻസ്ഡ് ബൈ ദ അപ്വേർഡ് ഫോഴ്സ് ഡ്യൂ ടു ദ പ്രഷർ ഡിഫറൻസ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ പറഞ്ഞു, ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ആ പ്രഷർ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് ഉയരുന്നത്. അവിടെ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ 3.3 × 10⁵ ആണ്. ഓക്കെ, യെസ്. ആൻഡ് ഓൾസോ നമുക്ക് ഡെൽറ്റ പീനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഡെൽറ്റ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ നമ്മുടെ ഈ പറയുന്ന ഞാൻ തെറ്റിപ്പോയി, മാസ് ആണ് 3.3 തന്നിട്ടുള്ളത്. സോ മാസിനെ നമ്മൾ പറഞ്ഞു 3.3. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, യെസ്, മാസ് ഇൻറ്റു ജി ജി ഡിവൈഡഡ് ബൈ നമ്മുടെ ഏരിയ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അതായത് P is equal to force by area ആണ് അല്ലേ? സോ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്തു, mg എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ ഏരിയ. സോ എമ്മിന്റെ നമുക്കറിയാം 3.3 ആണ്, ഇൻറ്റു 10⁵ ഓർ സംതിങ് ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ നമ്മുടെ ഏരിയ കൊടുത്തു. അപ്പോൾ നമുക്ക് ഡെൽറ്റ പി കിട്ടി. ഇനി സെക്കൻഡ് വൺ, എസ്റ്റിമേറ്റ് ദ ഫ്രാക്ഷണൽ ഇൻക്രീസ് ഇൻ ദ സ്പീഡ് ഓഫ് ദി എയർ ഓൺ ദി അപ്പർ സർഫസ് ഓഫ് ദി വിങ് റിലേറ്റീവ് ടു ദ ലോവർ സർഫസ്. ദ ഡെൻസിറ്റി ഓഫ് എയറും തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ഹൈറ്റ് ഡിഫറൻസ്, ഓക്കെ, ഇവിടെ നമ്മളൊരു ചെറിയൊരു അസംഷൻ ഉണ്ട്. എന്താണ്, നമ്മുടെ ഹൈറ്റ് ഡിഫറൻസ് സ്മോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഡെൽറ്റ പി വിൽ ബി ഈക്വൽ ടു ρ/2. ഓക്കെ, അവിടെ കൈനറ്റിക് എനർജി മാത്രമല്ലേ വരുന്നത്. സോ കാരണം എന്താണ്, യെസ്, നമ്മുടെ പ്രഷർ, അതായത് ഡെൽറ്റ പി വിച്ച് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിയിലുള്ള ചേഞ്ചും പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച് വരും. ഇവിടെ ഹൈറ്റ് നമ്മൾ ഡിഫറൻസ് എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആരും മാത്രമേ ഉണ്ടാവുള്ളൂ, കൈനറ്റിക് എനർജിയുടെ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി h is equal to 0 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആ ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് വരും. സോ ആസ് പെർ ദാറ്റ് ഇക്വേഷൻ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? സോ ഇവിടെ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, v2 മൈനസ് v1 കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് ആ വാല്യൂ കിട്ടും. ദെൻ ടേക്കിംഗ് ദ ആവറേജ് സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം ഇവിടെ നമുക്ക് സ്പീഡ് വന്നിട്ടുണ്ട്, ഫ്ലൈറ്റിന്റെ സ്പീഡ് വന്നിട്ടുണ്ട് 960 km/h ആണ്. അതിനെ നമ്മൾ m/s ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, v2 ബൈ v1 ഡിവൈഡഡ് ബൈ v ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും, ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു v2 v ആവറേജ് ഇൻറ്റു സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 0.08 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? സോ 8% ഹയർ ആണെന്നുള്ളതായിരിക്കും നമുക്ക് ഇതിന് കിട്ടുന്ന ഐഡിയ. സോ നെക്സ്റ്റ് വൺ ഇസ് വിസ്കോസിറ്റി. നമ്മൾ പറഞ്ഞൊരു പ്രോപ്പർട്ടി ആണ് അല്ലേ? യെസ്, നമ്മൾ നേരത്തെ കുറേ നേരമായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. ഫ്രിക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ യെസ്, അപ്പം നമുക്ക് നോക്കാം വിസ്കോസിറ്റി. സോ ഇത്രയും നേരം നമ്മൾ എന്താ പറയുക, ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് വെക്കും അല്ലേ? അപ്പം ഈ ഫ്ലൂയിഡ്സിന്റെ ഇടയിൽ തന്നെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ആണെന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ്സ് ആർ നോട്ട് ഐഡിയൽ വൺസ് ആൻഡ് ഓഫർ സം റെസിസ്റ്റൻസ് ഇൻ മോഷൻ. നമ്മൾ പറഞ്ഞു ഐഡിയൽ ഫ്ലൂയിഡ് ആവണമെന്നില്ല അല്ലേ? എല്ലാ ഫ്ലൂയിഡ്സും ഐഡിയൽ അല്ല. ആൻഡ് ഐഡിയൽ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ ടോട്ടൽ എനർജി കൺസെപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? സോ അവിടെ എനർജി ലോസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഈ ലയറുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് അവിടെ എനർജി ലോസ് ഉണ്ടാവുന്നത്. ദ റെസിസ്റ്റൻസ് ടു ഫ്ലൂയിഡ് മോഷൻ is like an internal friction analog to friction when a solid moves on a surface.
ക്ലിയർ അല്ലേ? യെസ്, ഇറ്റ് ഇസ് കോൾഡ് വിസ്കോസിറ്റി. അതായത് ഒരു സർഫസിൽ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന ഫ്രിക്ഷൻ തന്നെ ഇവിടുത്തെ ഫ്രിക്ഷനും. ഓക്കെ അല്ലേ? അതായത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ആ ലെയറുകൾ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ക്ലിയർ? Yes. This force exists when there is a relative motion between layers of liquid. Suppose we consider a fluid like oil enclosed between two glass plates. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യാണ് ഒരു ഫ്ലൂയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ ബിറ്റ്വീൻ ടു ഗ്ലാസ് പ്ലേറ്റ്സ്. ദ ബോട്ടം പ്ലേറ്റ് ഇസ് ഫിക്സഡ് വൈൽ ദ ടോപ്പ് പ്ലേറ്റ് ഇസ് മൂവ്ഡ്. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലടാ? അതായത് നമ്മൾ ഇവിടെ ഒരു ഫോഴ്സും കൊടുത്തു, ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു. ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ പറഞ്ഞു ചേഞ്ച് ആവത്തില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് വി ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ആൻഡ് ലെറ്റ്സ് സേ സപ്പോസ് നമ്മൾ ഈ ഒരു ലെങ്ത് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എൽ എന്ന് കൊടുത്തിരിക്കുകയാണ്. സോ ഇവിടെ വരുന്ന ഷിയർ ഫോഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇഫ് ദ ഓയിൽ ഈസ് റീപ്ലേസ്ഡ് ബൈ ഹണി, ഓക്കെ ഗ്രേറ്റ് സോറി ഞാൻ കണക്ഷൻ വിട്ടു പോകുന്നുണ്ടല്ലോ. ഓക്കെ, ഇഫ് യു ആർ പ്ലേസ്ഡ് ഓയിൽ റീപ്ലേസ്ഡ് ബൈ ഓയിൽ ബൈ if oil is replaced by honey, a greater force is required to move the plate with the same velocity. Okay, hence we say that honey is more viscous than oil. ഓക്കെ, അത് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ നമ്മൾ വാട്ടർ വെച്ചു, ഡെഫിനറ്റ്ലി അത് എന്ത് ചെയ്യും, താഴെക്കൂടെ ഒഴുകി പോകും. ഹണി വെച്ചു, പോകും, പക്ഷെ വാട്ടറിന്റെ അത്രയും സ്പീഡിൽ പോകത്തില്ല. ഇനി അതേസമയം നമ്മളൊരു ടൂത്ത് പേസ്റ്റോ സംതിങ് വെച്ചെങ്കിലോ ചിലപ്പോൾ ഒന്ന് മൂവ് ചെയ്താലായി അല്ലേ. അതാണ് വിസ്കോസിറ്റിയുടെ ഒരു എന്താ പറയുക, ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ മനസ്സിലാകാനുള്ള ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവും ടൂത്ത് പേസ്റ്റ് എന്തായിരിക്കും, ഹൈ വിസ്കസ് ഫോഴ്സ് ആയിരിക്കും അല്ലേ, ഹൈ വിസ്കോസിറ്റി ആയിരിക്കും ടൂത്ത് പേസ്റ്റിന് വരുന്നത് ബാക്കിയുള്ളതിന് കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ വാട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹണിക്ക് എന്താണ് വിസ്കോസിറ്റി കൂടുതലാണ്. ഓക്കെ അല്ലേ? സോ അങ്ങനെ വിസ്കസ് ഫോഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫ്ലൂയിഡ് ഇൻ കോൺടാക്ട് വിത്ത് ദ സർഫസ് ഹാവ് ദ സെയിം വെലോസിറ്റി ആസ് ദാറ്റ് ഓഫ് ദി സർഫസ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് ഇരിക്കുന്ന സർഫസ്. ഓക്കെ അല്ലേ, ഫ്ലൂയിഡ് ഇരിക്കുന്ന സർഫസ്. സോ എക്സാക്ട്ലി ഈ ബോട്ടമിലുള്ള ഈ ലെയർ ഉണ്ടല്ലോ, അതിന് ഈ സർഫസിന്റെ അല്ലെങ്കിൽ ആ ബോട്ടത്തിന്റെ അതേ വെലോസിറ്റി ആയിരിക്കും. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും. ക്ലിയർ അല്ലടാ? ഹെൻസ് ദ ലെയർ ഓഫ് ദ ലിക്വിഡ് ഇൻ കോൺടാക്ട് വിത്ത് ദ ടോപ്പ് സർഫസ് മൂവ്സ് വിത്ത് ദ വെലോസിറ്റി വി. സോ മുകളിലത്തെ വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കുക, താഴത്തെ വെലോസിറ്റി എന്തായിരിക്കും, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സീറോ. ബിക്കോസ് എന്താണ്, അത് സർഫസിനോട് തൊട്ടടുത്ത് കിടക്കുന്നതാണ്. സർഫസിന്റെ സ്പീഡ് എന്താണോ അത് തന്നെയായിരിക്കും എന്താ പറയാ ബോട്ടം ലെവലിലുള്ള ലെയറിനും കിട്ടുന്നത്. ദാറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് എത്രയായിരിക്കും ഇവിടെ, സീറോ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് ലെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ബോട്ടം ലെയറിൽ സീറോ ആയിരിക്കും വരുന്നത്. ഫോർ എനി ലെയർ ഓഫ് ലിക്വിഡ് ഇറ്റ് ഇസ് അപ്പർ ലെയർ പുൾസ് ഇറ്റ് ഫോർവേഡ് വൈൽ ലോവർ ലെയർ പുൾസ് ഇറ്റ് ബാക്ക്വേർഡ്. ഓക്കെ, നമുക്കറിയാം ഇത് എങ്ങനെയായിരിക്കും, മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, മോഷൻ കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതിനെ പിടിച്ചു നിർത്തുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് സെയിം ആസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, താഴത്തെ ഭാഗം എന്താ ഉറച്ചിരിക്കുകയാണ് അല്ലേ. പക്ഷെ മുകളിലത്തെ ഭാഗമാണെന്നുണ്ടല്ലോ നമ്മൾ ഷിയർ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ചെറുതായിട്ട് അവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേടാ? ദിസ് റിസൾട്ട് ഇൻ force between the layers. This type of flow is known as laminar flow. The layers of liquid slide over one another as pages of books do when it is placed flat on a table. And a horizontal force is applied to the top cover when a fluid is flowing in a pipe or a tube. Then the velocity of liquid layer along the axis of the tube is maximum and decreases gradually as we move towards the wall where it becomes zero. Simple. നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മളൊരു എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ഫ്ലൂയിഡിന്റെ കേസ് തന്നെ എടുത്തു. ഫ്ലൂയിഡ് ഓക്കെ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടോപ്പ് മോസ്റ്റ് ലെയറിന് എന്തായിരിക്കും, മാക്സിമം വെലോസിറ്റി ആയിരിക്കും അല്ലേ, മാക്സിമം വെലോസിറ്റി ആയിരിക്കും. ഇനി അതിന്റെ തൊട്ടടുത്തുള്ളത് നോക്കിയാലോ, ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ വെലോസിറ്റി കുറവായിരിക്കും. കാരണം നമ്മൾ നോക്കിക്കേടാ, ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് എന്ന് വിചാരിക്കും, ഇതാണ് നമ്മുടെ ടോപ്പ് ലെയർ. ആ ടോപ്പ് ലെയർ എയറുമായിട്ടാണ് സമ്പർക്കത്തിലുള്ളത്. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ഫ്ലൂയിഡ് ആണ് അല്ലേ. സോ നമുക്കറിയാം ഇവിടത്തെ ഫ്രിക്ഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എയറിന്റെ വിസ്കോസിറ്റി, ഓക്കെ, എയറിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഏതൊരു ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ വിസ്കോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറവാണ്. സോ ഈ ഒരു ലെയർ വരുന്നത് എയറും ഫ്ലൂയിഡുമായിട്ടാണ് എന്താ പറയുക കോൺടാക്റ്റിൽ വരുന്നത്. സോ അവിടുത്തെ വെലോസിറ്റി വി ആണെന്ന് വിചാരിക്കാം. ഇനി ഇതിന് തൊട്ടടുത്തുള്ള ഒരു ലെയർ എടുത്തു. ഓക്കെ, ആ തൊട്ടടുത്തുള്ള ലെയർ എടുക്കുമ്പോൾ എന്താണ്, അത് കോൺടാക്റ്റിൽ വരുന്നത് അപ്പർ ലെയറും അതിന് താഴെയുള്ള ഒരു ലെയറുമാണ്. അപ്പർ ലെയറും ലോവർ ലെയറും തന്നെയാണ്, ഫ്ലൂയിഡ്സ് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ആൻഡ് തേർഡ് ലെയർ എടുക്കുമ്പോൾ എന്താണ്, ഇതിനേക്കാട്ടിലും കൂടുതലായിരിക്കും. ഫോർത്ത് അങ്ങനെ പോയി താഴത്തോട്ട് ഫ്രിക്ഷൻ കൂടുന്നു. സോ താഴത്തോട്ട് പോകുമ്പോഴത്തേനും എന്തായിരിക്കും, താഴത്തോട്ട് പോകുമ്പോഴത്തേനും മാക്സിമം ഫ്രിക്ഷൻ ആയിരിക്കും. ആൻഡ് നമുക്കറിയാം മിനിമം വെലോസിറ്റി ആയിരിക്കും താഴത്തെ പാർട്ടിക്കിൾ. ഓക്കെ, താഴെ ഇരിക്കുന്ന ലെയറിന് എന്തായിരിക്കും, ഏറ്റവും മിനിമം വെലോസിറ്റി ആയിരിക്കും. ടോപ്പ് മോസ്റ്റിൽ മാക്സിമം വെലോസിറ്റി. അതിന്റെ സെക്കൻഡ് ലെയറിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ മാക്സിമം കൂടുതലായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ലെയറിനെക്കാട്ടിലും കൂടുതലായിരിക്കും സെക്കൻഡ് ലെയറിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വെലോസിറ്റി ആണ് ഇവിടെയെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ കുറയും. തേർഡ് ലെയർ ആകുമ്പോൾ വെലോസിറ്റി കുറച്ചും കൂടെ കുറയും. കാരണം എന്താണ്, ഫ്രിക്ഷൻ അവിടെ കൂടിക്കൊണ്ടിരിക്കുക. അടുത്ത ലെയർ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഫ്രിക്ഷൻ കൂടും. ദാറ്റ് മീൻസ് വെലോസിറ്റി പിന്നെയും കുറയും. അങ്ങനെ നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ എന്തായിരിക്കും, മിനിമം വെലോസിറ്റി ആയിരിക്കും ഏറ്റവും താഴത്ത്. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ പറഞ്ഞു സീറോ ആയിരിക്കും വരുന്നത്.
Okay, അല്ലേ? Yes. On account of this motion, a portion of a liquid which at some instant has the shape A, B, C, D. Okay, ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലടാ? യെസ്. ഇനി അടുത്തത് കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായി? AEFD, അതായത് കുറച്ച് ചെരിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഷിയർ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, മാറിയിരിക്കുകയാണ്. സോ ഇതിനടുത്ത ടൈം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണ്. During this time interval, the liquid has undergone a shear strain. Okay, കാരണം നോക്കിക്കേടാ, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം മാറി, ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ് മാറി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഷിയറിംഗ് സ്ട്രെയിൻ എന്താ പറയാ? നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്താ പറയാ? Yes, change in dimension, that is delta x divided by original എത്രയായിരുന്നു? L ആണ്. സോ നമുക്ക് കിട്ടി ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് ഇവിടെ വരുന്ന ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലടാ? ഷിയർ സ്ട്രെയിൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിക്കാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. സിൻസ് ദ സ്ട്രെയിൻ ഇൻ എ ഫോളോയിങ് ഫ്ലൂയിഡ് ഇൻക്രീസസ് വിത്ത് ടൈം കണ്ടിന്യൂസ്ലി. ഓക്കെ, സോ ഇത് ടൈമിനനുസരിച്ചും ഈ സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കും. അൺലൈക്ക് എ സോളിഡ്, here the stress is found experimentally depend on the rate of change of strain or strain rate, that is delta x divided by L into delta t or V by L. കാരണം എന്താണ്? delta x by delta t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? that is nothing but velocity into L എന്ന് വരും. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. സോ ആ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ ഈറ്റ എന്നാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫോർ എ ഫ്ലൂയിഡ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ വി ബൈ എൽ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് എൽ ബൈ വി എ എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇവിടെ എടുക്കുന്ന ഏതാണ്? വെലോസിറ്റി ആണ്. എടാ, വെലോസിറ്റിയും വോളിയം തെറ്റിപ്പോകരുത്. കൃത്യമായിട്ട് നിങ്ങൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി, വോളിയം ആണെങ്കിൽ വോളിയം എന്ന് തന്നെ സ്പെസിഫൈ ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? ഇനി വിസ്കോസിറ്റിക്ക് വേറൊരു യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് പോളിസിലെ. ഓക്കെ, യെസ്, പോയിസിലെ. യെസ്, ഓക്കെ, പോയിസിലെ. അതാണ് വേറൊരു യൂണിറ്റ് വരുന്നത്. ആൻഡ് ദെൻ നമുക്ക് പറയാം വിസ്കോസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും പാസ്കൽ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് പാസ്കൽ ഇൻറ്റു സെക്കൻഡ്. ക്ലിയർ അല്ലേടാ? ആൻഡ് ഓൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പോയിസിലെ. അതാണ് SI യൂണിറ്റ് ആയിട്ട് പറയുന്നത്. Okay, generally thin liquids like water, alcohol, etc. are less viscous than thick liquids. അതായത് നമ്മുടെ കോള്, ടാറൊക്കെ പോലെയുള്ള തിക്ക് ആയിട്ടുള്ള ഇതിൻ്റെയൊക്കെ വിസ്കോസിറ്റി നമുക്കത് ജനറലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹണിയും ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ വാട്ടറും വെച്ചിട്ടുള്ള ഒരു ഇത് പറഞ്ഞല്ലോ, അതേ സെയിം സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും. തിക്നെസ് കൂടുതലാണെങ്കിൽ എന്താണ്? വിസ്കോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? യെസ്, വിസ്കോസിറ്റി കൂടുതലായിരിക്കും. യെസ്, ഓക്കെ, യെസ്. അപ്പം എന്താണ് പറയുന്നത്? ഇനി ഇത് കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. സോ യെസ്, അഗെയിൻ നമ്മൾ വിസ്കസ് ഫോഴ്സിലോട്ട് വന്നു. സോ ഇവിടെ ഈറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അതാണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻ, അതിന്റെ യൂണിറ്റ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേടാ? യെസ്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ അതുപോലെ തന്നെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ മെറ്റൽ ബ്ലോക്ക് ഓഫ് ഏരിയ 0.10 meter square is connected to 0.010 kilogram mass via a string that passes over an ideal pulley. Consider massless and frictionless. Okay, so a liquid with a film thickness of figure 9.13. Yes, this one. Okay, yes. And liquid with a film thickness of 0.30 millimeter is placed between the block and the table. When it is released, block moves to the right with a constant speed of 0.085 meter per second. Find the coefficient of viscosity ആണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. So the metal blocks moves with towards the right because of tension on the string. അല്ലേ? So the tension നമുക്ക് കണ്ടുപിടിക്കണം. ആ ടെൻഷന്റെ വാല്യൂ എന്തായിരിക്കും? which will be equal to അതിന്റെ വെയിറ്റ് ആയിരിക്കും അല്ലേ? So that will be mg. So m ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.10 into g ന്റെ വാല്യൂ we already knows that it is 9.8. and then എന്താണ് പറയുന്നത്? അപ്പോൾ നമുക്ക് ടെൻഷൻ കിട്ടി. ഇനി അടുത്ത നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. that is force by area. So force by area എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു. ഫോഴ്സ് എന്താണെന്ന് ഡിവൈഡഡ് ബൈ ഏരിയ കണ്ടുപിടിക്കുക. സോ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 0.10 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. യൂണിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യാനില്ല, നേരെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. യെസ്, വി ബൈ എൽ ആണ് സ്ട്രെയിൻ റേറ്റ് വരുന്നത്. സോ അത് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് 0.085 ഡിവൈഡഡ് ബൈ 0.30 ഇൻറ്റു 10 to the power -3 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ സ്പീഡ്, ഇതിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് മില്ലിമീറ്ററിലാണ്. അതിന് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ് ചെയ്തു. ഫൈനലി നമുക്ക് കിട്ടി എന്താണ് ആൻസർ. ഓക്കെ അല്ലേ? ദിസ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ അല്ലേടാ? യെസ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ വി ബൈ എൽ. ഇതല്ലേ? അതായത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ
സ്ട്രെയിൻ റേറ്റ് ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത് FL/AV. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയിലോട്ട് നമ്മൾ എത്തി. ഏതാണ്? സ്റ്റോക്സ് ലോ. ഓക്കെ അല്ലടാ, സ്റ്റോക്സ് ലോ. പിന്നെ നമുക്ക് ടെർമിനൽ വെലോസിറ്റിയും കൂടെ പറയാനുണ്ട്. ദെൻ ലേറ്റർ നമ്മൾ സർഫസ് എനർജി, സർഫസ് ടെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ട്. സോ ഫാർ നിങ്ങൾ എല്ലാവരും എന്താ പറയുക, ഫുൾ ഓൺ എനർജിയിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്, ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. കാരണം ഒരുപാട് സ്റ്റുഡൻസിന് NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഓക്കെ അല്ലടാ? യെസ്. സോ നമ്മളെവിടെ എത്തി? യെസ്, നമ്മൾ സ്റ്റോക്സ് ലോ. So when a body falls through a fluid, it drags the layer of the fluid in contact with it. നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ ഉള്ളിലോട്ട് ഒരു ബോഡി എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? യെസ്, അതിൻ്റെ അത് മൂവ് ചെയ്യുമ്പം എന്ത് ചെയ്യും? അത് അവിടെയുള്ള ആ ഒരു സ്ട്രീം ലൈൻസിനെല്ലാം എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ ലെയേഴ്സിനൊക്കെ എന്ത് ചെയ്യും? അത് ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ഡിഫറെന്റ് layers of the fluid is set, and as a result the body experiences a retarding force. Okay. Falling of a raindrop and a swing of pendulum bob are some common examples of such motion. അതായത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഴത്തുള്ളി അല്ലെ, മഴത്തുള്ളി അത്രയും ഹൈറ്റിൽ നിന്ന് ഇവിടെ എത്തുമ്പം അവിടെ സ്റ്റോർ ആവുന്ന എനർജി അല്ലെങ്കിൽ അവിടെ അത് വരേണ്ട സ്പീഡ്, ഓക്കെ, ആ സ്പീഡ് എന്തായിരിക്കും? അറൌണ്ട് 200 m/s ആയിരിക്കും അതിൻ്റെ സ്പീഡ് വരുന്നത്. സോ നമുക്കറിയാം അത്രയും സ്പീഡിലുള്ള ഒരു വസ്തു മുകളിൽ നിന്ന് ഇവിടെ വരെ വരുമ്പം തീർച്ചയായിട്ടും എന്താവും? അതൊരു അങ്ങനെ ഒരു ഒരൊറ്റ തുള്ളി നമ്മുടെ മേത്ത് വീണാൽ മതി, എന്താണ്, നമുക്ക് ചത്തുപോകും അല്ലെ? അത്രയും സ്പീഡിലുള്ളൊരു സാധനം വന്നിട്ട് അത്രയും ഹൈറ്റിൽ നിന്ന് വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? നമ്മൾ ചത്തുപോകും. പക്ഷെ നമുക്കറിയാം അത്ര സ്പീഡിലൊന്നും അല്ല മഴത്തുള്ളി വരുന്നത്. എക്സാക്ട്ലി നമ്മൾ നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അത്രയും ഒരു സ്പീഡിൽ വരേണ്ടതാണ്, പക്ഷെ അത് വന്നില്ല. അതായത് നമുക്ക് മനസ്സിലായി അവിടെ എന്തില്ല? ഒരു ആക്സലറേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. ഓക്കെ അല്ലേ? അതായത് ഒരു യൂണിഫോം മോഷനിലാണ് നമുക്ക് ഈ റെയിൻ ഡ്രോപ്പ് വരുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കി നോക്കാം. It is seen that the viscous force is proportional to the velocity of the object and it is opposite to the direction of the motion. Okay lada, and the other quantities on which the force F depends on viscosity, coefficient of viscosity. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ഏരിയ. അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് വിചാരിക്കും കേട്ടോ. സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ് ഇതിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഈറ്റ. ഓക്കെ, അതുപോലെ വെലോസിറ്റി, അതുപോലെ തന്നെ എന്തിനും ഡിപ്പെൻഡ് ചെയ്യും? ഏരിയനും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നു. ആ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും F is proportional to eta VA എന്ന് കിട്ടും. സോ ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇതിനെ ഇക്വേറ്റ് ചെയ്യുവാണ്. സോ നമുക്ക് കിട്ടും ആ ഡ്രാഗ് ഫോഴ്സ്. ഓക്കെ, അതായത് എന്താ പറയുക, നേരെ ഇത് വരുന്ന വെലോസിറ്റി ഉണ്ട്, എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഒരു ഡ്രാഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഡ്രാഗ് ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 6π eta A into V എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ? യെസ്. അപ്പം സ്റ്റോക്സ് ലോ, വി ഷാൽ നോട്ട് ഡിറൈവ് സ്റ്റോക്സ് ലോ, നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. സോ ദിസ് അതായത് ഏതൊരു ഒബ്ജക്റ്റ് വരുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അതിനൊരു ഡ്രാഗ് ഫോഴ്സ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ കിട്ടി. This loss is an interesting example of retarding force which is proportional to velocity. We can study consequences of an object falling through viscous medium. We consider a raindrop in air. It accelerates initially due to gravity, definitely. Okay, as velocity increases, the retarding force also increases. നമുക്കറിയാം ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് F is proportional to V ആണ്. സോ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്താണ്? യെസ്, ഇത് ഈ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഡ്രാഗ് ഫോഴ്സ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലും സെയിം അളവിൽ എന്ത് ചെയ്യും? അതും കൂടിക്കൊണ്ടിരിക്കും. Finally, when viscous force plus beyond force become equal, okay, equal to the force to gravity, the net force becomes 0 and there is no acceleration. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പം ഇവിടെ താഴത്തോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? mg ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് ആരൊക്കെ ഉണ്ട്? നമ്മുടെ ഈ ഡ്രാഗ് ഫോഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാം യെസ്, നമ്മുടെ ബോയൻസി ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ബോയൻസി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ അല്ലേ? അതായത് ഒരു വസ്തു ഒരു ഇതിലോട്ട് നമ്മൾ ഒരു ലിക്വിഡിലോട്ട് നമ്മളൊരു സാധനത്തിന് ഇട്ടു. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? ഇവിടെ നിന്നും ഡിസ്പ്ലേസ് ആയിട്ടുള്ള ലിക്വിഡിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എത്രത്തോളം വെയിറ്റ് ഉള്ളതാണ് നമുക്ക് പറയാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. സോ ആ ഫോഴ്സ് അതാണ് FB എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ വൺസ് ഈ പോയിന്റുകളെല്ലാം ഇക്വിലിബ്രിയത്തിൽ വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ താഴത്തോട്ടുള്ള ഫോഴ്സും മുകളിലോട്ടുള്ള ഫോഴ്സും ഈക്വൽ ആകുന്നത്, ദാറ്റ് ഈസ് mg is equal to FV പ്ലസ് FB ആകുന്ന സമയത്ത്, ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്തായി? നെറ്റ് ഫോഴ്സ് 0 ആയി. ഓക്കെ, നെറ്റ് ഫോഴ്സ് 0 ആയി. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ? MA is equal to 0 അല്ലേ? സോ ദാറ്റ് മീൻസ് ആക്സലറേഷൻ 0 അല്ലടാ. സോ ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് മോഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? യൂണിഫോം മോഷൻ ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? യെസ്. സോ വെൻ
acceleration. Then the sphere അല്ലെങ്കിൽ നമ്മുടെ റെയിൻ ഡ്രോപ്പ് എന്ത് ചെയ്യും? Descends with a constant velocity. Thus in equilibrium, this is known as terminal velocity. ഓക്കെ അല്ലേ? ആ വെലോസിറ്റിനെ പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? 6 pi eta a v1, ഓക്കെ, അല്ലെങ്കിൽ വി ടി, ഇത് v1 അല്ല കേട്ടോ, വി ടി ആണ് കേട്ടോ, ടെർമിനൽ വെലോസിറ്റി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സ്ഫിയർ അല്ലേ, അതിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം 4/3 r3. ഇവിടെ നമ്മൾ റേഡിയസ് ആയിട്ട് എടുക്കുന്നത് a ആണ്. സോ നമുക്ക് പറയാം 4/3 a³ ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി. റോ മൈനസ് സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നൊന്നുമില്ല. റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റെയിൻ ഡ്രോപ്പിന്റെ ഡെൻസിറ്റി, ഓക്കെ അല്ലേ? സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി, ഓക്കെ അല്ലേ, ഇൻറ്റു ജി. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടെർമിനൽ വെലോസിറ്റിയുടെ വാല്യൂ ആസ് 2a² ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 9 ഈറ്റ എന്ന് നമുക്ക് കിട്ടും. ദിസ് ഇസ് നോൺ ആസ് ദി ടെർമിനൽ വെലോസിറ്റി. ക്ലിയർ അല്ലേടാ? യെസ്. സോ നമ്മൾ ടെർമിനൽ വെലോസിറ്റിയും ഡ്രാഗ് ഫോഴ്സും എല്ലാം നമ്മൾ പറഞ്ഞു. ആൻഡ് ഇത് മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. യെസ്. സോ ഹിയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷനും കിട്ടി. ഫൈനലി നമ്മൾ ടെർമിനൽ വെലോസിറ്റി വരെ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു. അതിൻ്റെ ഒരു ഗ്രാഫും കൂടി ഉണ്ട്, വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ്. സോ യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ പോകും. അത് കഴിഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, വി ടി, നമ്മുടെ ടെർമിനൽ വെലോസിറ്റി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും? അവിടെ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും, ഓക്കെ, ആ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും അത് പിന്നീട് മൂവ് ചെയ്യുന്നത്. ഈ ഗ്രാഫും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ copper ball of radius 2 millimeter falling through a tank of oil 20 degrees Celsius is 6.5 centimeter per second. Compute the viscosity of the oil. Okay, അപ്പോൾ നമുക്ക് ET ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വിസ്കോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. 20 ഡിഗ്രി സെൽഷ്യസിലാണ്. ആൻഡ് ഡെൻസിറ്റി ഓഫ് ഓയിൽ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് കോപ്പറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെർമിനൽ വെലോസിറ്റിയുടെ വാല്യൂ എന്താടാ? 6.5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആദ്യം തന്നെ കൺവേർട്ട് ചെയ്യണം. സോ 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എത്രയായിരിക്കും? 6.5 ഇൻറ്റു 10⁻²2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും നമ്മുടെ ടെർമിനൽ വെലോസിറ്റി വരുന്നത്. ഓക്കെ അല്ലടാ? യെസ്. ഇനി അടുത്തത് ജിന്റെ വാല്യൂ നമുക്കറിയാം. എന്റെ വാല്യൂ എന്താണ് വരുന്നത്? എന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടോ? ടെർമിനൽ വെലോസിറ്റി 20 millimeter ആണ് റേഡിയസ്, ഓക്കെ അല്ലേ? 20 millimeter ആണ് റേഡിയസ് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് എ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ നമുക്ക് രണ്ടും, അതായത് ഫ്ലൂയിഡിന്റെയും അതുപോലെ തന്നെ ഇതിന്റെയും നമ്മുടെ കോപ്പർ ബോൾ, അതായത് കോപ്പറിന്റെയും ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്, അതായത് റോയും സിഗ്മയും നമുക്കറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വാല്യൂസ് എല്ലാം. ഫൈനലി വി വിൽ ഗെറ്റ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കിട്ടാൻ എന്താ കുഴപ്പമില്ലല്ലോ, നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, യെസ്. സോ ഇനി സർഫസ് ടെൻഷൻ ആൻഡ് എനർജി കാര്യങ്ങളൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാപ്പിലറി റൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ഒരു 99% എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഡെറിവേഷൻ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഡെറിവേഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ കൂടെ ചെയ്യാം. കാരണം എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എല്ലാം കൂടെ ഓർത്ത് വെക്കാനും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളാകെ മെസ്റ്റപ്പ് ആയി പോകും. സോ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നമുക്ക് ഡെറിവേഷൻസിന് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. ആൻഡ് അത് എല്ലാവരും കാണാൻ മറക്കരുത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിൽ ഏത് ഡെറിവേഷൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും അത് പഠിക്കുക. ആൻഡ് ഈ ടോപ്പിക്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, ഓക്കെ, മിക്കവാറും നാളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.